മനുഷ്യനെയും അവൻ്റെ അമിത ചിന്തകളെയും ഒന്ന് പരിശോധിക്കാം. ഒരു കാട്ടിൽ ദിവ്യനായൊരു സന്യാസി താമസിച്ചിരുന്നു. ഒരിക്കൽ ഒരു പരുന്ത് കുഞ്ഞെലിയെ റാഞ്ചിക്കൊണ്ട് പറക്കവേ ഈ സന്യാസിയുടെ താമസ സ്ഥലത്തിന് മുകളിലെത്തിയപ്പോൾ പിടിവിട്ട് ഈ കുഞ്ഞെലി താഴേക്ക് പതിച്ചു. കരയുന്ന കുഞ്ഞെലിയെ സന്യാസി എടുത്തു, താലോലിച്ചു, പരിപോഷിപ്പിച്ചു, വെള്ളവും ഭക്ഷണവും നൽകിയപ്പോൾ കുഞ്ഞെലി കൊഴുത്തുരുണ്ട വലിയൊരു എലിയായി മാറി. ഒരിക്കൽ സന്യാസി താമസ സ്ഥലത്തില്ലാതിരുന്നപ്പോൾ ഈ എലിയെ ഒരു പൂച്ച ഉപദ്രവിക്കാനെത്തി. ഭയന്ന് വിറച്ച് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട എലി സന്യാസി വന്നപ്പോൾ കാര്യം പറഞ്ഞു, എന്നെ ഒരു പൂച്ചയാക്കി മാറ്റണം, എങ്കിൽ എനിക്ക് പേടി കൂടാതെ ജീവിക്കാം. അങ്ങനെ സന്യാസി എലിയെ ഒരു പൂച്ചയാക്കി മാറ്റി. എന്നാൽ ഒരിക്കൽ ഒരു വലിയ ചെന്നായ പൂച്ചയെ ആക്രമിക്കാനെത്തി. അവിടെയും ജീവനെ പേടിച്ച് രക്ഷപ്പെട്ട പൂച്ച സന്യാസിയോട് പറഞ്ഞു, എന്നെ ഒരു ചെന്നായാക്കി മാറ്റണം. ആ ആഗ്രഹവും സന്യാസി നിറവേറ്റി. എന്നാൽ വലിയൊരു പുലി ചെന്നായെ ആക്രമിക്കാൻ എത്തിയപ്പോൾ ഇതേ ആഗ്രഹവുമായി ചെന്നായ സന്യാസിയുടെ അടുത്തെത്തി. അങ്ങനെ ചെന്നായ ഇപ്പോൾ വലിയൊരു പുലിയായി മാറി. അങ്ങനെ ഗർജിച്ചുകൊണ്ട് അഭിമാനത്തോടെ കാട്ടിലൂടെ നടക്കുന്ന പുലിയെ വെടിവയ്ക്കുവാൻ കുറച്ച് വേട്ടക്കാരെത്തിയപ്പോൾ വെടിവെച്ച കേട്ട് പുലി ആകെ ഭയന്നു. വീണ്ടും സന്യാസിയുടെ അടുത്തെത്തി എന്നെ മനുഷ്യനാക്കി മാറ്റണം എന്ന് പറഞ്ഞു. ആ ആഗ്രഹവും സന്യാസി നിറവേറ്റി. മനുഷ്യനായപ്പോൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് അയാൾ താമസം മാറ്റി. അവിടെ ചെന്നപ്പോൾ കുടുംബമായി ജീവിക്കുന്ന മറ്റുള്ള ആളുകളെ കണ്ടപ്പോൾ എനിക്കും വേണം ഒരു കുടുംബം എന്ന തോന്നൽ സ്വാഭാവികമായും അയാളിലുണ്ടായി. അങ്ങനെ സുന്ദരിയായ ഒരു യുവതിയെ കണ്ടെത്തുകയും കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇയാളുടെ ഉള്ളിൽ ഒരു സംശയം ഉയർന്നത്, കുടുംബമായി ജീവിക്കുമ്പോൾ ഞാൻ പണ്ടൊരു എലിയായിരുന്നു എന്ന എൻ്റെ ഭാര്യയെ എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയാൽ എന്നെ വെറുക്കാനും ഉപേക്ഷിച്ചു പോകുവാനുമുള്ള സാധ്യതയില്ലേ? എന്നാൽ ഭാര്യ അത് അറിയുവാനുള്ള ഒരേ ഒരു മാർഗം ഈ ലോകത്ത് സന്യാസി ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. എനിക്കും സന്യാസിക്കും മാത്രമല്ലേ ആ രഹസ്യം അറിയാവൂ. അങ്ങനെയെങ്കിൽ സന്യാസിയുടെ കഥ കഴിച്ചാൽ എനിക്ക് കുടുംബമായിട്ട് സുഖമായി ജീവിക്കാം എന്നതായി അയാളുടെ ചിന്ത. അങ്ങനെ വലിയൊരു കത്തിയുമായി കാട്ടിലെത്തി സന്യാസിയെ വകവരുത്തുവാൻ തീരുമാനിച്ചു. ദിവ്യദൃഷ്ടിയിൽ ഇത് മനസ്സിലാക്കിയ സന്യാസി അയാളെ വീണ്ടും കുഞ്ഞെലിയാക്കി തന്നെ മാറ്റുകയും ചെയ്തു. ചിന്തകൾ അതിരുവിടുമ്പോൾ, അത് അത്യാഗ്രഹത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ സകല സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട് വീണ്ടും പഴയ ദുരവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതയുണ്ട്.